അപ്പോൾ ഗൈസ് ഇത് എൻ്റെ ഒരു സ്റ്റാഫാണ് കേട്ടോ. സ്റ്റാഫ് എന്ന് പറയാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. സ്റ്റാഫ് ആണെങ്കിൽ ഞങ്ങൾ ഇത്താനെ പോലെയാണ് കാണുന്നത്. ഇത്ത എന്ന് ഞങ്ങൾ വിളിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ശരിക്കും ഒരു എൻ്റെ ഉമ്മീൻ്റെയൊക്കെ ഒരു ഫീൽ തന്നെയാണ് പുള്ളിക്കാരി ഉള്ളപ്പം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കും, നമ്മളെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇന്ന് ഇത്ത ലീവായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്താനെ മിസ് ചെയ്ത്. അപ്പോൾ ഞാനും എൻ്റെ മോനും പറഞ്ഞു നമുക്കെന്നാൽ ഇത്തായി ഒന്ന് കാണാൻ പോയാലാന്ന്. അത് ഇത്തയുടെ വീട്ടിൽ വന്ന കുറച്ച് സീനുകളാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ കുറച്ച് കോവയ്ക്ക ജനലിൻ്റെ സൈഡിൽ പിടിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവനും എല്ലാം ചേർന്നിട്ട് അത് കൈയിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് വലിച്ച് ഓരോന്നോരോന്നായിട്ട് എടുക്കുവാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടത്തില്ല, ചെറിയൊരു കമ്പ് കൊളുത്തിയിട്ട് ഞങ്ങളിങ്ങനെ വലിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത്തായും കൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് 1, 2, 3 ഒക്കെ ആയിട്ട് പറിച്ചപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് കിട്ടി കേട്ടോ. ഒരു മെഴുക്ക് വരട്ടിക്ക് ഉള്ള അത്രയും സാധനം നമുക്ക് കിട്ടി. ഇത്തയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ത, പിന്നെ ഇത് അച്ചു ഉണ്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പറിച്ചപ്പോൾ അച്ചു ഇങ്ങനെ കോവയ്ക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് കാട്ടുകോവയാണോ അല്ലാത്ത കോവയാണോ എന്നൊക്കെ. കാട്ടുകോവയാണെങ്കിൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറിച്ചപ്പോൾ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ കയ്പ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എല്ലാം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കളക്ട് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ട് ഇത്രയും കോവയ്ക്കാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലല്ലൂസ് അത് പോകാൻ വെച്ച് പൊതിഞ്ഞ് തരണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവർക്കും ടാറ്റ കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി അവനൊരു ആഗ്രഹം പറഞ്ഞു, അവന് കേക്ക് കഴിക്കണമെന്ന്. അങ്ങനെ കട്ട് ചെയ്യുന്ന, അതായത് ഫുൾ കേക്കായിട്ട് നമ്മൾ വാങ്ങിച്ചില്ല, കട്ട് പീസായിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 2-3 സ്പെഷ്യലിൻ്റെ പീസുകളായിട്ടാണ് എടുത്തത് കേട്ടോ. പക്ഷേ ഒരു 5 പീസ് എടുത്തെങ്കിൽ 770 രൂപയായി ആ 5 പീസിനും. പക്ഷേ എനിക്ക് സത്യം പറയാലോ, എനിക്ക് ആ ഫ്ലേവേഴ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതായത് ചീസും ബ്ലൂബെറിയൊക്കെ ചേർന്നിട്ട് വന്നൊരു കേക്കും പിന്നെ ലോട്ടസ് ബിസ്കോഫൊക്കെ ആയിരുന്നു. ബിസ്കോഫ് കൊള്ളാം, മറ്റേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല.